ശ്രീ പറഞ്ഞത് കേട്ട് ഡെവിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ അവൾ പോകുന്നത് നോക്കി. എൻ്റെ പ്രണയം നിന്റെ എല്ലാ മുറിവുകളും ഉണക്കും ഭദ്ര. ഇന്നാണ് ശ്രീയുടെയും ഡെവിയുടെയും വിവാഹം. ചെറിയ രീതിയിൽ നടത്തുന്നത് എങ്കിലും അവരെ അറിയുന്നവരും ഓഫീസിലുള്ളവരും എല്ലാം ഉണ്ട്. അജുവും ആര്യയും നെച്ചൂട്ടിയും വന്നിട്ടുണ്ട്. കുഞ്ഞൂട്ടന് സന്തോഷത്തോടെ ഓടിക്കളിക്കുന്നുണ്ട്. രാവിലെ കമലമ്മയുടെ നിർബന്ധം കാരണം ശ്രീ കുഞ്ഞൂട്ടനെയും കൊണ്ട് അമ്പലത്തിൽ പോയി. ഡെവിയും ശ്രീയും പിരിഞ്ഞത് മുതൽ അവൾ അമ്പലത്തിലേക്ക് വന്നിരുന്നില്ല. അമ്പലത്തിൻ്റെ പടികൾ കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിറഞ്ഞ മനസ്സോടെ അവൾ പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ആര്യ അവളെ ഒരുക്കി ബ്യൂട്ടീഷ്യനൊന്നും വേണ്ട എന്ന് ശ്രീ എല്ലാവരോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സിമ്പിളായിരുന്നു അവൾ ഒരുങ്ങിയത്. ഒരുങ്ങിയിറങ്ങി അവളെ കണ്ടതും ഹരിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ ഹരിയുടെ അനുഗ്രഹം വാങ്ങി. പാറുവിൻ്റെ ഫോട്ടോയിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ബാലൻ്റെയും കമലാമ്മയുടെയും അനുഗ്രഹം വാങ്ങി. അജു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. എല്ലാവർക്കും സന്തോഷമായിരുന്നു അവളെ ആ വേഷത്തിൽ കണ്ട്. എന്തിനെല്ലാവരുടെയും കാലു പിടിക്കുന്നത്? കുഞ്ഞൂട്ടൻ അവരോടായി ചോദിച്ചു. ഹരി ചിരിച്ചുകൊണ്ട് അവനെ എടുത്തത് അമ്മ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയതാണ്. അപ്പോൾ എന്നിട്ടെന്താ കുഞ്ഞൂട്ടൻ്റെ അനുഗ്രഹം വാങ്ങാത്തേ? അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ശ്രീ അവനെ നോക്കി. ഗോൾഡൻ കളർ ഷർട്ടും പിന്നെ ഒട്ടിക്കുന്ന കുഞ്ഞുമുണ്ടുമാണ് കുഞ്ഞൂട്ടൻ ഉടുത്തിരിക്കുന്നത്. ശ്രീ അവൻ്റെ അടുത്ത് പോയി അവനെ എടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. കുഞ്ഞൂട്ടനും അവളുടെ കവിളിൽ ചുംബിച്ചു. പിന്നെ എല്ലാവരും അമ്പലത്തിലേക്ക് പോയി. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഡെവിയും എബിയും മേരിയും എല്ലാവരും വന്നു. ഡെവി ഹരിയുടെ സമ്മതത്തോടെ ശ്രീയുടെ കഴുത്തിൽ താലി കെട്ടി. ശ്രീ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അവൻ്റെ കയ്യിൽ വീണു. അവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. പിന്നെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അത് കണ്ട് കുഞ്ഞൂട്ടൻ കൈകൊട്ടി ചിരിച്ചു. ഡെവി കുഞ്ഞൂട്ടനെ എടുത്ത് അവൻ്റെ കവിളിൽ ചുംബിച്ചു. പിന്നീട് എല്ലാവരും പുലിക്കാട്ടിലേക്ക് വന്നു. ശ്രീയെ മേരി ഫ്രഷ് ആവാൻ പറഞ്ഞയച്ചു. കുഞ്ഞൂട്ടനെ മേരി കൊണ്ടുപോയി ഫ്രഷാക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. ശ്രീ മുറിയിൽ കയറി. പഴയ പോലെ തന്നെ ശ്രീയുടെയും കുഞ്ഞൂട്ടൻ്റെയും നിറയെ ഫോട്ടോ ചുവരിലുണ്ട്. പിന്നെ ഡെവിയും ശ്രീയും ഉള്ളതും. അവൾ ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി. അവളുടെ ഡ്രസ്സ് എടുത്തു. അപ്പോഴാണ് അവൾ തൻ്റെ ചിലങ്ക കണ്ടത്. അവൾ അത് കയ്യിലെടുത്തു. അവളുടെ കൈ വിറച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു തുള്ളി കണ്ണുനീര് ചിലങ്കയിൽ വീണു. പിന്നെ അവൾ അത് അവിടെ വെച്ച് ഫ്രഷ് ആവാനായി പോയി. ഫ്രഷായി താഴെ ഇറങ്ങിയപ്പോൾ കുഞ്ഞൂട്ടൻ ഡൈനിങ് ടേബിളിൽ മുകളിലിരിക്കുന്നു. അടുത്ത് തന്നെ മേരി അവന് പൈനാപ്പിൾ ചെത്തി കൊടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്തും സന്തോഷം കാണാം. കുഞ്ഞൂട്ടൻ്റെ വായിലേക്ക് മേരി ഒരു പൈനാപ്പിൾ പീസ് വെച്ചു കൊടുക്കാൻ നിന്നതും ആൻറ്റി, ശ്രീയുടെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും ഞെട്ടി അവളെ നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്താ ശ്രീ? ലീ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു. പക്ഷേ ലീയുടെ ചോദ്യം ശ്രീ കേൾക്കാതെ കുഞ്ഞൂട്ടൻ്റെ അടുത്തേക്ക് പോയി. ആൻറ്റി, അത് മോന് കൊടുക്കണ്ട, അവൾ മേരിയോട് പറഞ്ഞു. മേരിയുടെ മുഖം മങ്ങി. അത് കണ്ട് ശ്രീ അവരുടെ അടുത്ത് പോയി. ആൻറ്റി, അവന് പൈനാപ്പിൾ അലർജിയാണ്. അതാ ഞാൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. വേറെന്ത് വേണമെങ്കിലും ആൻറ്റി കൊടുത്തോളൂ. ആണോ മോളെ? മോൾ വന്നത് നന്നായി, അല്ലേ ഞാനിത് അവന് കൊടുക്കുമായിരുന്നു. മമ്മ, ഇച്ചായനും പൈനാപ്പിൾ അലർജി അല്ലേ? കഴിക്കാൻ പറ്റില്ലല്ലോ? ലിയ മേരിയോട് ചോദിച്ചു. അതെ, അവനും പൈനാപ്പിൾ അലർജിയാണ്. അത് പറഞ്ഞ മേരി ആപ്പിൾ എടുത്ത് മുറിച്ച് കുഞ്ഞൂട്ടന് കൊടുത്തു. വിച്ചുവിൻ്റെ ഒപ്പം പോയ ലച്ചുവിനെ അവളുടെ അമ്മയ്ക്കു നല്ല പണി കൊടുത്തു. അവിടെയുള്ള ജോലി മുഴുവനും അവരെ കൊണ്ട് എടുപ്പിച്ചു. അത് സഹിക്കാൻ പറ്റാതെ രണ്ടുപേരും അടുത്ത വീട്ടിൽ പണിക്ക് വന്ന് 2 ബംഗാളികളുടെ കൂടെ ഒളിച്ചോടി. ഇനി അവരുടെ കാര്യം എന്താവുമോ എന്തോ. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ശ്രീ ഓഫീസിലേക്ക് പോകും. ആദ്യമൊന്നും അധികം ആരോടും സംസാരിക്കാനൊന്നും നിൽക്കാറില്ലായിരുന്നു. പിന്നീട് അത് മാറി തുടങ്ങി. ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഡെവിയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ അവൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അതവൻ അറിയാമായിരുന്നിട്ടും അവനൊന്നും മിണ്ടാറില്ല. അവളെ പ്രണയത്തോടെ നോക്കും. ഒരു ദിവസം രാവിലെ കുഞ്ഞൂട്ടൻ്റെ ശബ്ദം കേട്ട് ഡെവി റൂമിലേക്ക് വരുമ്പോൾ ബാത്റൂമിൽ നിന്നും കുഞ്ഞൂട്ടൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവനോടി ബാത്റൂമിൽ നോക്കിയപ്പോൾ ശ്രീ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു. കുഞ്ഞൂട്ടൻ അവളുടെ അടുത്തിരുന്ന് കരയുന്നു. ഡെവി ഓടി അവളെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്കോടി. പിന്നാലെ കുഞ്ഞൂട്ടനും. താഴെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഡെവി ശ്രീയെയും എടുത്തുകൊണ്ട് വരുന്നത്. അവരുടെ പിന്നാലെ കുഞ്ഞൂട്ടനും കരഞ്ഞുകൊണ്ട് വരുന്നതാണ് കണ്ടത്. എല്ലാവരും അവരുടെ അടുത്തേക്ക് ഓടി. എന്തു പറ്റി ഡെവി മോൾക്ക്? എബി കുഞ്ഞൂട്ടനെ കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. മമ്മ വീണു. അത് പറഞ്ഞ് കുഞ്ഞൂട്ടൻ കരഞ്ഞു. എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചു. ഡെവിയുടെ കണ്ണ് നിറഞ്ഞു.
അവൻ്റെ ഡ്രസ്സിൽ അവളുടെ ബ്ലഡ് ഉണ്ടായിരുന്നു. അത് നോക്കി അവൻ കരഞ്ഞ് അവളുടെ തലയിൽ നിന്നായതാണ്. ശ്രീയെ ഡോക്ടർ പരിശോധിച്ചു. പുറത്തു വന്നതും ഡെവി ചാടി എണീറ്റു. ഡോക്ടർ, ഭദ്ര. അവൻ്റെ ശബ്ദമിടറി. പേടിക്കാനൊന്നുമില്ല, കയ്യിന് ചെറുതായി പൊട്ടലുണ്ട്, പിന്നെ തലയിൽ ചെറിയൊരു മുറിവും. അത് പറഞ്ഞ് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പോയി. എല്ലാവർക്കും സമാധാനമായിരുന്നു. ഡെവി, നീ പോയി ഡ്രസ്സെല്ലാം മാറ്റുക, ഇന്ന് തന്നെ പോവാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു വരാം എന്ന് പറഞ്ഞ് എബി പോയി. അന്ന് തന്നെ ശ്രീയെ ഡിസ്ചാർജ് ചെയ്തു. കയ്യിന് പൊട്ടലുണ്ടായതുകൊണ്ട് കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. കാലിന് ചെറുതായി ഉളുക്കുമുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അവരെ കാത്ത് കാശിയും ലിയയും എല്ലാവരും ഉണ്ടായിരുന്നു. ഹരിയും കമലാമ്മയും ബാലനും ശ്രീയെ വീട്ടിലേക്ക് കൊണ്ടുപോവട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഡേവിഡ് മറുപടി പറഞ്ഞു. അത് കേട്ടതും ശ്രീ അവൻ്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ ഒന്നും മിണ്ടാതിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ് ശ്രീയെ ഡേവിഡ് തന്നെയാണ് മുറിയിൽ കൊണ്ട് ചെന്നാക്കിയത്. നടന്നോളെന്ന് പറഞ്ഞിട്ടും അവളെ കയ്യിൽ കോരിയെടുത്ത് അവളെ ദേഷ്യത്തോടെ നോക്കി. പിന്നെ അവളെ പതിയെ ബെഡിൽ കിടത്തി. അവളുടെ അടുത്ത് തന്നെ കുഞ്ഞൂട്ടനുമുണ്ട്. കുഞ്ഞൂട്ടൻ്റെ മുഖം കരഞ്ഞു ചുമന്നിരുന്നു. അമ്മയുടെ കുഞ്ഞെന്തിനാ കരഞ്ഞേ? ഞാനും പപ്പയും പേടിച്ചുമ്മ. മമ്മയ്ക്ക് വേദനയുണ്ടോ? ഞാൻ ഊതിത്തരാവേ എന്ന് പറഞ്ഞ് ശ്രീയുടെ തലയുടെ മുറിവിൽ കെട്ടിൽ മെല്ലെ ഊതി. ഇല്ലാട്ടോ, മമ്മയ്ക്കൊരു വേദനയും ഇല്ല എന്ന് പറഞ്ഞ് കുഞ്ഞൂട്ടൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഡെവി ശ്രീയെ ഒരു കുഞ്ഞിനെ പോലെ നോക്കി. ഓഫീസിലെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് മേരി ശ്രീയുടെ കാര്യം നോക്കാൻ വന്നാൽ പോലും അതിനെ സമ്മതിക്കാതെ അവന് തന്നെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തു. കാലിലെല്ലാം മാറി കയ്യിലെ പ്ലാസ്റ്ററിനെ ഒരാഴ്ച കൊണ്ട് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവൾക്കൊരു ബുദ്ധിമുട്ടും ചമ്മലും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് മാറി അവളും അവൻ്റെ സ്നേഹത്തെ അംഗീകരിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവൾ പറഞ്ഞിരുന്നില്ല. എല്ലാവരോടുമായി അവൾ സംസാരിക്കാനും ഇടപെടാനും തുടങ്ങി. നാളെയാണ് അവളുടെ കയ്യിലെ പ്ലാസ്റ്റർ എടുക്കുന്നത്. അവൾ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഡെവി വന്നത്. നാളെ നീ ഹരിയങ്കളുടെ കൂടെ ഹോസ്പിറ്റൽ പോകുമോ ഭദ്ര? എനിക്കിന്ന് വൈകുന്നേരം ബാംഗ്ലൂരിലേക്ക് പോകണം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരും, ബിസിനസ് ആവശ്യത്തിനാണ്. അവൾ ഞെട്ടി അവനെ നോക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടി പുറത്തേക്ക് പോയി. നിനക്കിനിയും എന്നോടുള്ള ദേഷ്യം മാറിയില്ല എന്നറിയാം ഭദ്ര. എങ്കിലും എനിക്ക് നിൻ്റെയും മോൻ്റെയും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ മാത്രം മതി. അത് പറഞ്ഞവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. വൈകുന്നേരം ഡെവി ബാംഗ്ലൂരിലേക്ക് പോയി. കാശിയും വരാമെന്ന് പറഞ്ഞെങ്കിലും അവനത് കേട്ടില്ല. അവന് തനിച്ചു പോയി. അവന് പോയതും ശ്രീക്ക് അവനെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി. അവൾ പിറ്റേ ദിവസം അരിയുടെ ഒപ്പം പോയി. കയ്യിലെ പ്ലാസ്റ്റർ അഴിച്ച് പിന്നെ ഒരാഴ്ച ഡെവിയെ നോക്കിയിരിക്കുകയായിരുന്നു അമ്മയും മോനും. അപ്പോഴാണ് എബി പറയുന്നത് അവന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരികയുള്ളൂ എന്ന്. അത് കേട്ടതും കുഞ്ഞൂട്ടൻ കരയാൻ തുടങ്ങി. പിന്നെ ഡെവി വിളിച്ചപ്പോൾ വരുമ്പോൾ എന്തൊക്കെയോ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് കരച്ചിൽ മാറ്റിയത്. എന്നും ഫോൺ വിളിക്കുമെങ്കിലും അവന് ശ്രീയോട് സംസാരിച്ചിരുന്നില്ല. അത് അവളെ ഒരുപാട് വിഷമിപ്പിച്ചു. അവൾ അത് തീർത്തത് അവരുടെ ഓഫീസിലെ സ്റ്റാഫുകളോടാണ്. എന്തിനും ഏതിനും വഴക്കും ദേഷ്യവും മാത്രമായി. അവൾക്കൊരു ദിവസം കുഞ്ഞൂട്ടൻ്റെ ക്ലാസ്സിൽ നിന്നും ഒരു ഫോൺ വന്നതുകൊണ്ട് ഓടി വന്നതാണ് അവൾ സ്കൂളിലേക്ക്. വന്നപ്പോൾ അറിഞ്ഞത് കുഞ്ഞൂട്ടൻ ഒരു കുട്ടിയെ തല്ലി തല പൊട്ടിച്ചു എന്ന്. ടീച്ചർ ഒരുപാട് വഴക്ക് പറഞ്ഞു അവളെ. അതും പിന്നെ ഡേവിഡ് പോയതിന് ദേഷ്യവുമെല്ലാം അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. കുഞ്ഞൂട്ടനെയും കൊണ്ട് അവൾ സ്കൂളിൽ നിന്ന് പുലിക്കാട്ടിലേക്ക് വന്നു. നീ എന്തിനാന്ന് സ്കൂളിലേക്ക് പോകുന്നത്? ഇത് എത്രാമത്തെ തവണയാണ് ക്ലാസ്സിലെ ടീച്ചർ എന്നോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നതെന്ന് അറിയുമോ? നീ ആരാ സ്കൂളിലെ ഗുണ്ടയോ? ശ്രീ കുഞ്ഞൂട്ടനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അവിടെയുള്ളവർ പുറത്തേക്ക് വന്നത്. എന്താ മോളെ, എന്താ പ്രശ്നം? എന്തിനാ നീ അവനെ വഴക്ക് പറയുന്നത്? എബി അവളോട് വന്ന് ചോദിച്ചു. ദേ നിൽക്കുന്നു കൊച്ചുമകൻ, അവനോട് ചോദിച്ചു നോക്ക് സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാന്ന്. എല്ലാവരും കുഞ്ഞൂട്ടനെ നോക്കി. അവനതൊന്നും തന്നോടല്ല പറയുന്നത് പോലെ നിൽക്കുന്നത് കണ്ടതും എല്ലാവർക്കും ചിരി വന്നു. ശ്രീ അവൻ്റെ അടുത്ത് പോയി കയ്യിലൊരടി കൊടുത്ത് അവൻ ഞെട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിന്നോടാണ് ചോദിക്കുന്നത്, ഇനി നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമോ എന്ന്. ഞാൻ ഇനിയും കാണിക്കും, അമ്മയ്ക്കെന്താ? അതുകൂടി കേട്ടതും അവൾ ഒരടിയും കൂടെ കയ്യിൽ കൊടുത്തു. ഇനി നീ തർക്കുത്തരം പറയുമോ? കുഞ്ഞൂട്ടന് സങ്കടവും ദേഷ്യവും വന്നു. അവൻ ശ്രീയുടെ കൈ അവൻ തോളിൽ നിന്ന് കുടഞ്ഞെറിഞ്ഞു. മമ്മി എനിക്ക് വേണ്ട, പപ്പ മാത്രം മതി. മമ്മി കാരണമാണ് എൻ്റെ പപ്പനെ വിട്ടു പോയത്. അത് കേട്ടതും ശ്രീ ഞെട്ടി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായിരുന്നു അവൻ ഇങ്ങനെ പറയുന്നത്. എല്ലാവരും ഞെട്ടി ശ്രീയെ നോക്കി. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ ഉള്ളിൽ കുഞ്ഞൂട്ടൻ്റെ ശബ്ദം മാത്രം നിറഞ്ഞു. അവൾ തിരിഞ്ഞു പുറത്തേക്ക് ഓടി. കാശിയും ലിയയും അവളുടെ പിന്നാലെ പോയെങ്കിലും
അവളുടെ കാർ പുലിക്കാട്ടിലെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പാഞ്ഞുപോയി. അപ്പോഴേക്കും അവിടെ ഒരു കാറ് വന്നു. അതിൽ നിന്നും ഡെവി ഇറങ്ങി. കാറിൽ നിന്നും ഡെവി ഇറങ്ങിയതും അവൻ്റെ അടുത്തേക്ക് കാശി പാഞ്ഞു വന്നു. എന്താടാ നിങ്ങൾ പുറത്തു നിൽക്കുന്നത്? എന്നെ കാത്തു നിന്നതാണോ? അതിന് ഞാൻ വരുന്നത് പറഞ്ഞില്ലല്ലോ. ഭദ്രയ്ക്ക് മോനൊരു സർപ്രൈസായി വന്നതാണ് എന്ന് പറഞ്ഞവൻ അകത്തേക്ക് കടന്നതും അവൻ്റെ കയ്യിൽ കാശി പിടിച്ചു. ഡെവി കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടതും ഡെവിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താടാ, എന്തുപറ്റി? എന്താ ആരുടെയും ശബ്ദമൊന്നും കേൾക്കാത്തത്? അതെടാ, ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ശ്രീ കുഞ്ഞിനെ അടിച്ചതും കുഞ്ഞൂട്ടൻ പിന്നീട് പറഞ്ഞതും അവൻ ഡെവിയോട് പറഞ്ഞു. ഡെവി പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞു. തൻ്റെ കാറിലേക്ക് കയറി. അവൻ്റെ കാറും അവിടെ നിന്നും പൊടി പറത്തി പുറത്തേക്ക് ഓടി. കാശ് തിരിച്ചുള്ളിലേക്ക് വന്നു. അപ്പം കണ്ടു കുഞ്ഞൂട്ടനെ എടുത്ത് നിൽക്കുന്ന മേരിയെ. അവൻ കുഞ്ഞൂട്ടൻ്റെ അടുത്തേക്ക് പോയി. കുഞ്ഞൂട്ടൻ കാശിയെ നോക്കി പിന്നെ പുറത്തേക്കും. മമ്മ എവിടെ? ഞാൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്, ഇനി ഞാൻ പറയില്ല കാശിപ്പ. അതും പറഞ്ഞവൻ കരഞ്ഞു. മോനെ, ഒരിക്കലും മോൻ്റെ മമ്മയെ പറയരുത്. മോൻ്റെ മമ്മ മോന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതും പറഞ്ഞവൻ പുറത്തേക്ക് പോയി. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. അതുപോലെ അവളുടെ കാറിൻ്റെ വേഗതയും കൂടിക്കൊണ്ടുവന്നു. അവൾ ഒരു കുന്നിൻ്റെ അടുത്തേക്ക് കാറ് നിർത്തി. ഇറങ്ങി. നിറയെ പുല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവിടെ കുന്നിൻ്റെ താഴെ ചെറുതായൊരു പുഴയുമുണ്ട്. പെട്ടെന്ന് ആകാശം ഇരുട്ട് മൂടി. ഓരോ തുള്ളികളായി ഭൂമിയിലേക്ക് പതിഞ്ഞു. അവളെ നനച്ചുകൊണ്ട് മഴയും. പക്ഷെ അതൊന്നും അവൾ അറിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നൊരു ഇടി വെട്ടിയതും അവൾ ഞെട്ടി കണ്ണു തുടച്ചു. പിന്നെ കയ്യിൽ കെട്ടിയ വാച്ചിൽ നോക്കി. അയ്യോ, സമയം ഇത്രയായോ? എന്നെ കാണാതെ കുഞ്ഞൂട്ടൻ വിഷമിക്കുന്നുണ്ടാവും. അപ്പോഴും അവൾ വിഷമിച്ചാലും തൻ്റെ മോനെന്നായിരുന്നു അവളുടെ മനസ്സിൽ. അവൾ പോവാൻ വേണ്ടി തിരിഞ്ഞതും ആരുടെയോ നെഞ്ചിൽ തട്ടി അവൾ നിന്നു. അവൾ മുഖം ഉയർത്തി നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഇച്ചായൻ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവളുടെ ഇച്ചായൻ എന്ന വിളിയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കാപ്പിമുഴികൾ മഴ കൊണ്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. അവൻ്റെ കണ്ണുകളും അവളുടെ മുഖത്തിലൂടെ ഓടി നടന്നു. നെറ്റിയിലൂടെ ഒഴുകുന്ന മഴവെള്ളത്തോടൊപ്പം തൻ്റെ പേരുള്ള സിന്ദൂരവും ഒഴുകി മുകളിലൂടെ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ പതിക്കുന്നത്. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവളുടെ കണ്ണുകൾ പിടഞ്ഞു. അവൻ അവളുടെ സിന്ദൂരമൊഴുകുന്ന നെറ്റിയിൽ ചുംബിച്ചു. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നീങ്ങി. അവളിൽ നിന്നും ഉയർന്ന ശബ്ദമാണ് അവനെ ബോധത്തിലേക്ക് എത്തിച്ചത്. അവൻ ഞെട്ടി അവളിൽ നിന്നും വിട്ടുനിന്നു. സോറി ഭദ്ര. അതും പറഞ്ഞവൻ പിന്തിരിഞ്ഞ് നടക്കാൻ നിന്നതും അവൾ അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം അവൻ്റെ പുറത്തമർന്നു. ഇച്ചായ, എന്നെ വിട്ടു പോവല്ലേ, എനിക്കിനിയും പറ്റില്ല. അത് പറഞ്ഞവൾ അവൻ്റെ കാലിലൂടെ ഊർന്നിരുന്നു കരഞ്ഞു. അവൻ ഞെട്ടി തിരിഞ്ഞു. അവളുടെ അടുത്തേക്കിരുന്നു. ഭദ്ര. അതും പറഞ്ഞവൻ അവളെ കെട്ടിപ്പിടിച്ചതും അവളെ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. അവൾ മുഖം ഉയർത്തി ഡെവിയെ നോക്കി. അവൾ അവൻ്റെ കവിളിൽ കൈവച്ച് പിന്നെ നെറ്റിയിൽ ചുംബിച്ചു. രണ്ടുപേരും കണ്ണടച്ച് രണ്ടുപേരുടെയും കണ്ണുനീര് ഒരുമിച്ചൊഴുകി. ഡേവിഡിൻ്റെ ഫോൺ അടിച്ചപ്പോഴാണ് രണ്ടുപേരും വിട്ടുമാറിയത്. ഡെവി ഫോൺ എടുത്ത് നോക്കി. കാശിയായിരുന്നു. ഹലോ, എന്താടാ? ശ്രീയെ കണ്ടോടാ? കണ്ടു, ഞങ്ങൾ വരുവാ. പിന്നെ നീ എൻ്റെ കാർ ആരെങ്കിലും കൊണ്ടൊന്ന് എടുപ്പിക്കണം. അതൊക്കെ ഞാനും ചെയ്തോളാം, നീ ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോണ് വെച്ചു. അപ്പോഴും ശ്രീ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുവാണ്. അത് കണ്ടവൻ ചിരിച്ചു. പോവാൻ പെണ്ണേ, അവൻ അവളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. പോവാം ഇച്ചായ. അത് പറഞ്ഞവൾ മുന്നിൽ നടക്കാൻ നിന്നതും അവൻ അവളെ വലിച്ച് തോളിൽ കൈയിട്ടു. വീട്ടിലേക്കെത്തിയപ്പോൾ എല്ലാവരും തങ്ങളെ കാത്തുമുറത്ത് നിൽക്കുന്നുണ്ട്. മഴ അപ്പോഴും തോർന്നിരുന്നില്ല. മേരിയുടെ കയ്യിൽ കുഞ്ഞുട്ടൻ ശ്രീയെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. സോറി അമ്മേ, ഞാൻ നല്ല കുട്ടി ആയിക്കോളാം, തല്ലൊന്നും കൂടില്ല. അത് പറഞ്ഞ് കരഞ്ഞു. ശ്രീയുടെ കണ്ണ് നിറഞ്ഞു. ബാക്കിയുള്ളവരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. കാറിൽ ചാരി നിൽക്കുന്ന ഡെവിയെ കണ്ടതും കുഞ്ഞൂട്ടൻ്റെ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. പപ്പയെന്ന് പറഞ്ഞ് അവൻ ഡെവിയുടെ മുകളിലേക്ക് ചാടി. പിന്നെ അവിടെ പപ്പയും മോനും കൂടിയുള്ള സ്നേഹമായിരുന്നു. അത് നോക്കി ശ്രീ മുകളിലേക്ക് പോയി. അലമാരയിൽ നിന്നൊരു സാരി എടുത്ത് ഫ്രഷാവാൻ കയറി. ഫ്രഷായി ഇറങ്ങിയപ്പോൾ പപ്പയും ബെഡിലിരുന്ന് കളിക്കുന്നുണ്ട്. നനഞ്ഞ വസ്ത്രമെല്ലാം മാറ്റിയിരുന്നു. ശ്രീ അവരെ നോക്കി പിന്നെ താഴേക്കിറങ്ങി മേരിയുമായി സംസാരിച്ചു. അന്നെല്ലാവരും സന്തോഷത്തിലായിരുന്നു. പിന്നെയും ദിവസങ്ങൾ പൊക്കോണ്ടിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ മുതൽ കുഞ്ഞൂട്ടൻ്റെ മുഖം വീർപ്പിച്ചിരിക്കുന്നു.
ശ്രീയും ഡെവിയും വന്നിട്ട് അവൻ്റെ അടുത്തിരുന്നു. എന്താടാ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? എന്നാരും വഴക്ക് പറഞ്ഞില്ല. എനിക്ക് നിങ്ങളൊരു സാധനം തരുമോ? ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തരാം അല്ലേടി? ശ്രീ ചിരിച്ചുകൊണ്ട് മൂളി. അതെ, എനിക്കൊരു കുഞ്ഞുവാവയെ വേണം. അത് കേട്ടതും ശ്രീ ഞെട്ടി. അപ്പോഴേക്കും ചോദിച്ചത് മനസ്സിലാവാത്ത പോലെ ഡെവി പറഞ്ഞു, അത്രേ ഉള്ളൂ, അത് നമുക്ക് റെഡിയാക്കാം. അത് പറഞ്ഞവനൊന്ന് ആലോചിച്ചതും അവൻ ഞെട്ടി കുഞ്ഞൂട്ടനെ നോക്കി. നീ എന്താ പറഞ്ഞേ? അവൻ വിക്കിക്കൊണ്ട് കുഞ്ഞൂട്ടനോട് ചോദിച്ചു. പപ്പ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കൊരു കുഞ്ഞുവാവയെ വേണമെന്ന്. അത് പറഞ്ഞവൻ അവരെ നോക്കി. നിനക്കെന്താ ഇപ്പോൾ ഒരു വാവയ്ക്ക് ആഗ്രഹം? അത് ശ്രീക്കുണ്ട്. ഏത് ശ്രീ? എൻ്റെ പെണ്ണെ, ശ്രീ പാർവതി. അത് കേട്ടതും ശ്രീയും ഡെവിയും ഞെട്ടി. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും അവൻ്റെ ഒരു പെണ്ണ്. മുട്ടേന്ന് ഞാൻ വിരിയിച്ചോളാം. പപ്പ, ഞാൻ പറഞ്ഞ കാര്യം പറ. ഞാനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞവൻ ശ്രീയെ നോക്കി. അവൻ നോക്കുന്നത് കണ്ടതും അവൾ നോട്ടം മാറ്റി. അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നിരുന്നു. അവൾ വേഗം പുറത്തേക്ക് പോയി. പിന്നീട് അവൾ ഡെവിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. രാത്രിയിൽ കിടക്കാൻ നേരത്ത് കുഞ്ഞൂട്ടൻ മേരിയുടെയും നബിയുടെയും അടുത്താണ് കിടക്കുന്നത് എന്ന് ശ്രീയത്തെ വിളിച്ചിട്ടും കുഞ്ഞൂട്ടൻ വന്നില്ല. അവൾ വിറച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിയതും അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തു ഡേവിഡ്. ശ്രീ വിറച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അപ്പോൾ എങ്ങനെ, നിനക്ക് സമ്മതമല്ലേ കുഞ്ഞൂട്ടനൊരു വാവയെ കൊടുക്കാൻ? അവൻ മീശ പിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതിനവൾ മറുപടി പറഞ്ഞത് അവൻ്റെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ടായിരുന്നു. അവളുടെ ശ്വാസം കഴുത്തിൽ തട്ടിയതും അവൻ അവളുടെ അരയിലുള്ള പിടിമുറുക്കി. അവൾ മുഖം ഉയർത്തി അവനെ നോക്കി. അവൻ അവളെ എടുത്തുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ട് ചേർത്തു. അവൻ്റെ കൈകൾ അവളുടെ നെറ്റി മുതൽ കാലുവരെ ഇഴഞ്ഞു നടന്നു. പിന്നിൽ ചുണ്ടും ഉമിനീരും അവൾ പിടഞ്ഞുകൊണ്ട് ഇച്ചായ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. പിന്നെ അവളുടെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾ പിടഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. അവൻ അവളിൽ നിന്നും മാറാൻ നിന്നതും അതിന് സമ്മതിക്കാതെ അവനെ പിടിച്ച് അവൻ്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ട് ചേർത്തു. അവൻ അവളിൽ അവൻ്റെ പ്രണയം പകർന്നു നൽകി. ഒടുവിൽ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളിൽ തളർന്നു വീണു. അവൾ അവനെ ചേർത്ത് പിടിച്ചു, നെറ്റിയിൽ ചുംബിച്ചു. രണ്ടുപേരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ പ്രണയം കണ്ടെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ബാൽക്കണിയിൽ നിൽക്കുന്ന ലിയയുടെ അടുത്തേക്ക് വന്ന് കാശി നിന്നു. ലിയയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അവനെ കണ്ടതും അവൾ കണ്ണുനീര് തുടച്ചകത്തേക്ക് കയറാൻ നിന്നതും അവൻ അവളെ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. സോറി മോളെ. വേണ്ടേട്ടാ, ഒന്നും പറയണ്ട. എല്ലാം എൻ്റെ തെറ്റിനുള്ള ശിക്ഷയായി ഞാൻ കരുതിക്കോളാം എന്ന് പറഞ്ഞവൾ ഉള്ളിലേക്ക് കയറി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു വലിച്ച് അവളുടെ ചുണ്ടുകളെ കവർന്നു. അവളുടെ കണ്ണ് മിഴിഞ്ഞു. പിന്നെ അത് കൂമ്പി അടഞ്ഞു. കാശി അവളെ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. ബാൽക്കണിയുടെ വാതിൽ കാലുകൊണ്ടടച്ച് അവളെ ബെഡിലേക്ക് കിടത്തി. അവൻ്റെ പ്രണയം അവളിലേക്ക് ഒഴുക്കിവിട്ടു. വർഷങ്ങൾക്ക് ശേഷം കോളേജ് ഗ്രൗണ്ടിൽ പൊടി പരത്തി അവൻ്റെ ബൈക്ക് വന്ന് നിന്നു. അതിൽ നിന്ന് അവൻ ഇറങ്ങി. അവൻ്റെ കാപ്പി കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. കോളേജ് ഗ്രൗണ്ടിൽ തടിച്ചുകൂടി നിൽക്കുന്ന കുട്ടികളെ തട്ടിമാറ്റി ഒരുവൻ്റെ നെഞ്ചിൽ ചവിട്ടി. ചില കുട്ടികൾ അവനെ പേടിയോടെ നോക്കുമ്പോൾ ചില കുട്ടികൾ അവനെ ആരാധനയോടെ നോക്കി നിന്നു. അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അതേ പ്രായമുള്ള ആൾ അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്നും കുതിറ് നിലത്ത് കിടക്കുന്നവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴും കിടക്കുന്നവൻ എണീറ്റ് അവൻ്റെ ഫ്രണ്ടിനെ നോക്കി. അവർ ഓരോരുത്തരും അവൻ്റെ അടുത്ത് വന്നു. പിടിച്ചു മാറ്റാൻ വന്നവൻ തലയ്ക്ക് കൈവച്ച് അവിടെയിരുന്നു. അപ്പോഴേക്കും അവനെ ഇടിക്കാൻ വന്നവർ അടികൊണ്ട് വീണിരുന്നു. അവൻ വേഗം ഫോണെടുത്ത് അച്ചായൻ എന്ന നമ്പറിൽ വിളിച്ചു. ഫോണെടുത്തു എന്ന് മനസ്സിലായതും, ഹലോ അച്ചായ, ഞാനാ സിദ്ധു. ഇവിടെ കോളേജിലൊന്ന് വരാമോ എന്ന് പറഞ്ഞ് മാറി നിന്നു. അവൻ പറഞ്ഞതും ഫോൺ കട്ടായി. അവൻ നെഞ്ചിൽ കൈവച്ചതും അവൻ്റെ തലയിൽ തട്ടിയില്ല എന്ന പോലെ ഒരു ഹോക്കി സ്റ്റിക്ക് വന്നു വീണു. ഭാഗ്യം തലയിൽ കൊണ്ടില്ല. അതും പറഞ്ഞവൻ അടി നടക്കുന്നതിൽ നിന്ന് മാറി. വെറുതെ എന്തിനാ എൻ്റെ തടി കേടാക്കുന്നത്? അപ്പോഴേക്കും അവിടേക്കൊരു കാറ് പൊടി പറത്തി വന്നു. അതിൽ നിന്നും അവൻ ഇറങ്ങി. അവൻ്റെ കാപ്പിമുടികൾ കാറ്റിൽ പാറി നെറ്റിയിലേക്ക് വീണു. അവനെ കണ്ടതും എല്ലാവരും പേടിച്ചു. ആദം ഡേവിഡ് എബ്രഹാം പുലിക്കാട്ടിൽ. ഡേവിഡിൻ്റെയും ശ്രീഭദ്രയുടെയും മൂത്ത പുത്രൻ, ശരിക്കും അപ്പൻ്റെ മകൻ രാവണൻ. അവനെ കണ്ടതും സിദ്ധു എന്ന സിദ്ധാർത്ഥ് കാശിനാഥൻ ഓടി വന്നു. നോക്കണ്ട, അതുതന്നെ കാശിയുടെയും ലിയയുടെയും ഒരേ ഒരു മകൻ സിദ്ധാർത്ഥ്.
അവർ അടി നടക്കുന്നവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കണ്ടത് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് നിലത്ത് കിടക്കുന്നവനെ അടിക്കാൻ പോകുന്നവനെയാണ്. എഡ്രിക്! ആദിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. അവൻ്റെ കയ്യിൽ നിന്നും ഹോക്കി സ്റ്റിക്ക് നിലത്തേക്ക് വീണു. അവൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖം കണ്ടതും സിദ്ധു പേടിച്ചു. എഡ്രിക്, വരാൻ നോക്ക്. അതും പറഞ്ഞ് ആദ്യം തിരിഞ്ഞു നടന്നു. അവൻ വീണു കിടക്കുന്നവനെ നോക്കി, പിന്നെ തിരിഞ്ഞു. ഇപ്പോൾ പോയതാണ് ഡേവിഡിൻ്റെയും ശ്രീഭദ്രയുടെയും രണ്ടാമത്തെ പുത്രൻ എഡ്രിക് ഡേവിഡ് എബ്രഹാം പുലിക്കാട്ടിൽ. അസുരൻ. അവൻ പോയതും അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു.